കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 13-ാം തിരുവചനം വ്യക്തമാക്കുന്നു. അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽറോയി എന്ന് വിളിച്ചു. കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്ന് അവൾ പറഞ്ഞു. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ നോക്കി കാണുന്ന ഒരു ദൈവമുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ ദൈവത്തോടുള്ള ബന്ധം നാം ഉപേക്ഷിക്കാതിരിക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മടുപ്പ് തോന്നാതെ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ അടുത്തേക്ക് കർത്താവിന്റെ സാന്നിധ്യവും അവിടുത്തെ കൃപയും കടന്നു വരും. തിരുവചനത്തിൽ നാം കാണുന്നു, സാറായുടെ ദാസിയായ ഹാഗാർ യജമാനത്തിയായ സാറ തന്നോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങിയപ്പോൾ അവൾ യജമാനത്തിയെ വിട്ട് ഓടിപ്പോയി. ആരും എന്റെ വേദന കാണുന്നില്ലല്ലോ എന്ന് അവൾ സ്വയം പറഞ്ഞ് വിഷമിക്കുമ്പോൾ, മനസ്സ് മടുത്ത് തന്റെ ഉദരത്തിലെ കുഞ്ഞുമായി ശൂർ മരുഭൂമിയിൽ പോകുന്ന വഴി കർത്താവിന്റെ ദൂതൻ അവളെ വന്നു കണ്ടു ആശ്വസിപ്പിച്ചു. കർത്താവിന്റെ വാഗ്ദാനങ്ങളും സന്ദേശവും അവളെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അവൾ പറഞ്ഞു, എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു. സ്നേഹമുള്ളവരെ, പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, എന്റെ പ്രതിസന്ധികളിൽ ദൈവം ഇടപെടാത്തത് എന്തുകൊണ്ട്? എന്റെ പരാധീനതകളിൽ ദൈവം ഇടപെടാത്തത് എന്തുകൊണ്ട്? ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? ദൈവം എനിക്ക് ഉത്തരം നൽകാത്തത് എന്തുകൊണ്ട്? സ്നേഹമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന നല്ല ദൈവമാണ്. അവിടെ നമ്മെ ഉപേക്ഷിക്കാത്ത ദൈവമാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നമ്മെ അവിടുന്ന് സംരക്ഷിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവം ഇടപെടുന്നു. നമ്മൾ കാണാത്ത ഒരു നീരുറവ നമുക്കായി കാണിച്ചു തരുന്ന ഒരു സർവശക്തനായ കർത്താവിന്റെ മുൻപിൽ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് കടന്നു പോകാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവായ യേശു, അവിടുന്ന് സകല നന്മകളും നമുക്കായി ചൊരിയുന്നു. നാം ഇന്ന് എന്തായിരിക്കുന്നുവോ അത് അവിടുത്തെ കൃപയാലാണ്. ദൈവം നൽകിയതല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. സകലതും അവിടുത്തെ ദാനമാണ്. അവിടുത്തെ കൃപയാണ് നാം എന്നും ജീവിച്ചിരിക്കുന്നത്. നമുക്ക് നന്ദി പറയാം. ഒന്നും ഞാൻ നേടിയതല്ല, ഇതൊന്നും എൻ കഴിവുകളല്ല. ഓ എന്റെ ഈശോയേ, ഒന്നും ഞാൻ നേടിയതല്ല, ഇതൊന്നും എൻ കഴിവുകളല്ല. എല്ലാം ദൈവത്തിൻ ദാനമല്ലോ, ഇതെല്ലാം കൃപയൊന്നു മാത്രമല്ലോ. എല്ലാം ദൈവത്തിൻ ദാനമല്ലോ, ഇതെല്ലാം കൃപയൊന്നു മാത്രമല്ലോ. ഒന്നും ഞാൻ നേടിയതല്ല, ഇതൊന്നും എൻ കഴിവുകളല്ല. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, അവിടുന്ന് നമ്മെ സഹായിക്കുവാനായി എപ്പോഴും നമ്മുടെ അരികിലുണ്ടെന്ന് നാം വിസ്മരിച്ചു പോകരുത്. നമ്മുടെ കണ്ണീർ തുടച്ച് അവിടുന്ന് നമുക്ക് ആശ്വാസം നൽകും. നമ്മുടെ സൗഭാഗ്യമെല്ലാം അവിടുന്ന് തന്നതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുവിന്റെ തിരുമുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നീ കാണും സൗഭാഗ്യമെല്ലാം സ്വർഗം നൽകിയ സമ്മാനമാ. ഇന്നീ കാണും സൗഭാഗ്യമെല്ലാം സ്വർഗം നൽകിയ സമ്മാനമാ. കണ്ണുനീർ തൂകി ഞാൻ പ്രാർത്ഥിക്കും വേളകളിൽ കണ്ണിൻ മുൻപിലായോടിയെത്തി
തൂകി ഞാൻ പ്രാർത്ഥിക്കും വേളകളിൽ കണ്ണിൻ മുൻപിലായോടിയെത്തി കണ്ണീർ തുടച്ച് ആശ്വാസമേകി ബലമുള്ള പാറമേൽ നിർത്തിയതാ. കണ്ണീർ തുടച്ച് ആശ്വാസമേകി ബലമുള്ള പാറമേൽ നിർത്തിയതാ. ഒന്നും ഞാൻ നേടിയതല്ല, ഇതൊന്നും എൻ കഴിവുകളല്ല. നാം ഇന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അത് കർത്താവിൻ്റെ കരം നമ്മെ താങ്ങിയതുകൊണ്ടാണ്. പലരുടെ പരിഹാസവാക്കുകളും നമ്മുടെ നേർക്ക് കടന്നു വരുമ്പോഴും അവരുടെയൊക്കെ മുമ്പിൽ നമ്മെ ഉയർത്തി നിർത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കർത്താവായ യേശു ഇന്നും നമ്മെ സഹായിക്കും. ധരയിൽ തകർന്നു വീഴാതെ കർത്താവിൻ കരമെന്നെ താങ്ങിയതാ. ഹല്ലേലൂയ. ഇന്നീ ധരയിൽ തകർന്നു വീഴാതെ കർത്താവിൻ കരമെന്നെ താങ്ങിയതാ. ഫലമൊന്നുമേകാത്ത പാഴ്മരമാണെന്ന പരിഹാസവാക്കുകളേറെ ഞാൻ കേട്ടിട്ടും ഫലമൊന്നുമേകാത്ത പാഴ്മരമാണെന്ന് പരിഹാസവാക്കുകളേറെ ഞാൻ കേട്ടിട്ടും ലോകർക്കു മുൻപിൽ തല കുനിക്കാതെ യോഗ്യനായി മാനിച്ചു നിർത്തിയതാ. ലോകർക്കു മുൻപിൽ തല കുനിക്കാതെ യോഗ്യനായി മാനിച്ചു നിർത്തിയതാ. ഒന്നും ഞാൻ നേടിയതല്ല, എന്റെ കർത്താവായ യേശു, ഇതൊന്നും എൻ കഴിവുകളല്ല. എല്ലാം ദൈവത്തിൻ ദാനമല്ലോ, ഇതെല്ലാം കൃപയൊന്നു മാത്രമല്ലോ. എല്ലാം ദൈവത്തിൻ ദാനമല്ലോ, ഇതെല്ലാം കൃപയൊന്നു മാത്രമല്ലോ. ഓ യേശുവിന്റെ കൃപയെ, ആമേൻ. ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ കൃപ ഇന്ന് അവിടത്തോട് പ്രാർത്ഥിക്കുന്ന സകല മക്കളിലും ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ കൃപ മാത്രം എനിക്കു മതി, നിൻ കൃപ മാത്രം എനിക്കു മതി. സകല സ്തുതികൾക്കും ആരാധനകൾക്കും മഹത്വത്തിനും യോഗ്യനായ കർത്താവായ യേശു നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.